കാപ്പി ആ ടീപ്പോയമേൽ വെച്ചേക്കൂ, ഞാൻ കുടിച്ചോളാം. മണി എന്തായി? 9. ഡോക്ടർ ഇനിയും വന്നില്ലല്ലോ. ഫോൺ ചെയ്യണം. വേണ്ട, അദ്ദേഹം വരുന്നതിന് മുമ്പ് നീ ആശയുടെ വീട്ടിലൊന്ന് പോയി വരൂ. അവളൊരു മരുന്ന് തരും, വാങ്ങിട്ട് വരൂ. ആരാണത്? ഞാനാണ്. എവിടെയോ വെച്ച് കേട്ട ശബ്ദം. മേക്കപ്പ് റൂമിൽ വന്ന് ആശയോട് സംസാരിച്ച പ്രതാപനല്ലേ? അതെ. വരണം, ഇരിക്കണം. കൂടെ വന്നവരെന്താ അവിടെ തന്നെ നിന്ന് കളഞ്ഞത്? എന്റെ കൂടെ ആരുമില്ല. മിസ്റ്റർ പ്രതാപൻ, അന്ധന്മാർക്കൊരു പ്രത്യേക കഴിവുണ്ട്. ഒരാളുടെ കാലടി ശബ്ദവും ഒന്നിലേറെ ആളുകളുടെ കാലടി ശബ്ദവും തിരിച്ചറിയാൻ കഴിയും. അവരോടും വന്നിരിക്കാൻ പറയൂ. ആസ്ട്രേ ആ ടേബിളിലുണ്ടാവും, എടുത്തോളൂ. എന്റെ പേർ രഘു. മിസ്റ്റർ പ്രതാപൻ കൂടെ വന്നവരെ പരിചയപ്പെടുത്തിയില്ലല്ലോ. എണ്ണം അറിയാനായിരിക്കും. അത് കടന്നു വന്നപ്പോഴേ മനസ്സിലായി. എന്റെ പേര് റോബർട്ട്. പരിചയപ്പെടേണ്ട ആവശ്യമില്ല. ഞാൻ പറയുന്നത് അനുസരിച്ചാ മതി. പറയൂ, അനുസരിക്കാൻ പറ്റുമോ എന്ന് കേട്ടതിന് ശേഷം പറയാം. ആശയുമായുള്ള നിങ്ങളുടെ ബന്ധം ഇന്നോടെ അവസാനിപ്പിക്കണം. പെട്ടെന്ന് ആരംഭിക്കാനും പെട്ടെന്ന് അവസാനിപ്പിക്കാനും പറ്റുന്നതല്ലല്ലോ ഈ ബന്ധങ്ങൾ. ആശ എന്റെ ഭാര്യയാണ്. മറ്റൊരാളുടെ ഭാര്യയുമായി നിങ്ങളുടെ ഈ ബന്ധം നല്ലതല്ല. ഇനിയും ആശയോടൊപ്പം നിങ്ങളെ കണ്ടാൽ അനുഭവം വേറെ ആയിരിക്കും. മിസ്റ്റർ പ്രതാപൻ, വിഡ്ഢികളുടെ ഭീഷണി ഞാൻ കാര്യമാക്കാറില്ല. ഇരിക്കണം, മുഴുവൻ കേൾക്കണം. നിങ്ങളുടെ അനുഭവത്തോടെയല്ല ഞങ്ങൾ അടുത്തത്. ഞങ്ങളെ അകറ്റാനും നിങ്ങൾക്ക് കഴിയില്ല. ഇവനോട് മര്യാദ വഴിക്ക് സംസാരിച്ചിട്ട് കാര്യമില്ല. വഴി നമുക്ക് മാറ്റാം. ഇപ്പോഴെന്ത് പറയുന്നു? പുതുതായി എനിക്കൊന്നും പറയാനില്ല. ഒന്നും പറയാനില്ല. അരുത്, അരുത് പ്രതാപൻ. നമ്മൾ 4-5 പേർ ചേർന്ന് അന്ധനായ ഒരാളെ ഉപദ്രവിക്കുന്നു. ആരും ഇതൊരു അഡ്വാൻസ് ആയിട്ട് കണക്കാക്കിയാൽ മതി. വരൂ. ഐ എം റിയലി സോറി മിസ്റ്റർ രഘു. ഹലോ, ആശാനെ ഈ പഴത്തിനെന്താ വില? 90 പൈസ. എടാ, എന്ത് ചോദ്യാണത്? സ്വന്തം വീട്ടിൽ വന്നിട്ട് ചോറിന് വില ചോദിക്കുക? അടി. എടാ, നമ്മുടെ സ്വന്തം പയ്യനാ. നിനക്ക് ആവശ്യമുള്ള എടുത്ത് കഴിച്ചോ. മുട്ട വേണമെങ്കിൽ എടുത്ത് കഴിച്ചോ. കഴിച്ചോ. ഒരു ബാഗ് സേർട്ട് ചെയ്താ. എന്റെ ഒരു 50ന്റെ നോട്ട് താഴെ പോയല്ലോ. 50ന്റെ നോട്ടാ? ചുമ്മാ ആത്മു, ഇന്നാള് നമ്മൾ ഇടിച്ച പാത്തിയല്ലേ പോയത്? അതെ 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 അതെ. എടാ, നമുക്ക് അവന്മാരുടെ സ്ഥലം ഒന്ന് കണ്ടുപിടിക്കാം. ചേട്ടാ ചേട്ടാ, ഞങ്ങൾ ഈ പഴത്തിന്റെ കാശ് നാളെ കൃത്യം 3:50 കൊണ്ട് പറ്റില്ല. പണം വെച്ചിട്ട് പോ. പറ്റില്ല. നീ ചേട്ടന്റെ സൈക്കിൾ എടുത്തോണ്ട് പോയി വേഗം കാശ് എടുത്തോളൂ. ഇപ്പൊ കൊണ്ടുവരും. വേഗം കൊണ്ടുവരും, വേഗം കൊണ്ടുവരും. ചേട്ടാ, ഈ സീറ്റിന് എന്താ വില? പോടാ. അയ്യോ, ഇറക്കം മിണ്ടാതിരിക്കണം. ഇതിന് 2 ബ്രേക്ക് ഉണ്ട്. അയ്യോ, വളവ് സൂക്ഷിക്കണം. അടങ്ങിയിരിക്കടാണ്. ഇതിലേ പോയിണ്ടാവും. ഇതിലേ
അതിലേ ഉണ്ടാവും. വേഗം ചവിട്ട്, വേഗം ചവിട്ട്, അതിലേ വാ, അതിലേ വാ, വേഗം ചവിട്ട്. അയ്യോ, ഇപ്പൊ തന്നെ വീണേനെ. അയ്യോ, എടാ ആനന്ദ, സൈക്കിളിന്റെ വിചാരേ നമ്മള് വീണിരിക്കുന്നതാണ് കേട്ടോ. എനിക്കൊന്നും പറ്റില്ല, എനിക്കൊന്നും പറ്റില്ല. Yes, come in. സാർ, ഞങ്ങളാണ് സാർ, അനന്തനും ആത്മനും. എന്താ? ഞങ്ങൾ അവരുടെ സ്ഥലം കണ്ടുപിടിച്ചു സാർ. ആരുടെ? അവരുടെ വഴിയിൽ വെച്ച് ഞങ്ങളെ ആശാമേനെ ഉപദ്രവിച്ചു എന്ന് പറഞ്ഞില്ലേ അവരുടെ? എവിടെയാണ് അവർ താമസിക്കുന്നത്? മാർക്കറ്റിന്റെ പുറകുവശത്തുള്ള റോഡിലൂടെ 2 കിമി, 2.25 കിമി, കീമിയാ കിലോമീറ്റർ നേരെ വടക്കോട്ട് കടന്ന് പടിഞ്ഞാട്ട് തിരിഞ്ഞ് നേരെ വടക്കോട്ട് നടന്ന് തെക്കോട്ട് നടന്ന് പിന്നെ വടക്കോട്ട് തിരിയല്ലേ? തെക്കോട്ടോ വടക്കോട്ടോ എനിക്ക് അറിഞ്ഞുകൂടാ. ഞാൻ അവരുടെ വീട്ടഡ്രസ് എഴുതി കൊണ്ടുവന്നിട്ടുണ്ട്, അത് സാറിന് തരാം. ഇത് മതി, ഞാൻ എങ്ങനെയെങ്കിലും കണ്ടുപിടിച്ചു. ഞങ്ങൾ വേണമെങ്കിൽ പോലീസിൽ ചെന്ന് പറയാം സാർ. നിങ്ങളൊന്നും ചെയ്യണ്ട, എന്ത് വേണമെന്ന് ഞാൻ തീരുമാനിച്ചോളാം. അങ്ങനെയാണെങ്കിൽ അങ്ങനെ, എന്നാ ഞങ്ങൾ പോട്ടെ. നീ എന്താ ഈ പറയണത്? നമ്മൾ ഇവിടം വരെ ഓടിക്കതച്ച് വന്നിട്ട് സാറ് നമ്മളെ കാപ്പി കുടിക്കാണ്ട് വിടുമെന്ന് തോന്നണുണ്ടാ? ഓ ശരി തന്നെ, ഞാൻ ആ കാര്യം അങ്ങ് മറന്നു. എന്നാ കാപ്പി കുടിച്ചു പോവാ. വാസു, വാസു, നിങ്ങൾ ഇവിടെ നിൽക്കൂ. ശരി. അവളെത്തിയിട്ടില്ല. അവളുടെ മുറിയിൽ അവളുടെ സെക്രട്ടറിയാണുള്ളത്. ശരി, വേറൊരു ദിവസം. സത്യം പറഞ്ഞ എന്റെ ജീവൻ പോയി കേട്ടോ. അയാൾ എന്നെ തുറിച്ചൊരു നോട്ടം, എന്നിട്ട് പവിഴം നീ അതിസുന്ദരിയാണല്ലോ എന്നൊരു പറച്ചില്. ഓ പിന്നെ അയാള് വേറെ ആളെ ഉദ്ദേശിച്ച് വന്നായിരിക്കുമെന്ന്. അല്ലെങ്കിൽ ഈ 5-6 പേരെ കളവിയെ നോക്കി നീ സുന്ദരിയാണെന്നൊക്കെ പറയുമോ? എന്റെ ബലമായ സംശയം അന്ന് വന്ന ആ മാക്രി തന്നെയാണെന്നാണ്. അവനാണെങ്കിൽ പവിഴത്തിന്റെ സൗന്ദര്യം ആസ്വദിക്കേണ്ട യാതൊരു കാര്യവുമില്ല. മാഡം, നമുക്ക് ഇങ്ങനെ വിടരുത്, ഉടനെ പോലീസ് സ്റ്റേഷനിൽ അറിയിക്കണം. വരട്ടെ, എന്ത് വേണമെന്ന് നമുക്ക് പിന്നീട് ആലോചിക്കാം. ശരിയാ, നമുക്ക് രഘുസാറിനോട് ആലോചിക്കുകയും ചെയ്യാമല്ലോ. മിസ്റ്റർ പ്രതാപൻ, മിസ്റ്റർ പ്രതാപൻ, ഇവിടെ ആരും ഇല്ലേ? ഇവിടെ ആരും ഇല്ലേ? മിസ്റ്റർ പ്രതാപൻ,
മിസ്റ്റർ പ്രതാപനാണല്ലേ? നീ എന്തിനിവിടെ വന്നു? പറയാം, ഞാനൊന്ന് ഇരിക്കട്ടെ. വരൂ. ഇരിക്കൂ. മറ്റവരാണല്ലേ? നിനക്കിവിടെ വരാൻ എങ്ങനെ ധൈര്യം വന്നു? ഞാനും കുടിച്ചത് അമ്മയുടെ മുലപ്പാലാണ്. ജീവനോട് നീ ഇവിടെ തിരിച്ചു പോവില്ല. പേടിപ്പിക്കരുത്. മിസ്റ്റർ പ്രതാപനുമായി സംസാരിക്കാൻ ഞാൻ ഇങ്ങോട്ടാണ് പോന്നിട്ടുള്ളതെന്ന വിവരം വേണ്ടപ്പെട്ടവരെ ഞാൻ അറിയിച്ചിട്ടുണ്ട്. എനിക്കെന്തെങ്കിലും സംഭവിച്ചാൽ അതിന്റെ ഫലം നിങ്ങളുടെ അവസാനമായിരിക്കും. നിങ്ങൾക്ക് എന്ത് വേണം? ആശയുടെ ജീവിതത്തിന് നിങ്ങൾ തടസ്സമുണ്ടാക്കരുത്. ഞങ്ങളുടെ ജീവിതത്തിന് നിങ്ങളല്ലേ തടസ്സമുണ്ടാക്കുന്നത്? എന്ന ആശ കൂടി പറഞ്ഞാൽ ഞാൻ സമ്മതിക്കും. നിങ്ങളുടെ ഭാര്യയ്ക്ക് നിങ്ങൾ വിവാഹമോചനം കൊടുക്കാൻ തയ്യാറുണ്ടോ എന്നാണ് എനിക്കറിയുന്നത്. തയ്യാറല്ല. അയ്യോ, അങ്ങനെ ദേഷ്യപ്പെടരുത്. ഞാൻ വീണ്ടും വരാം. അതിന്റെ ആവശ്യം വരില്ല. പോട്ടെ. താങ്ക് യു മിസ്റ്റർ റോബർട്ട്. നിങ്ങൾ നല്ലവനാണ്. എന്നെ ഒന്ന് കാണണം. ഞാൻ കാത്തിരിക്കും. യാത്ര അയച്ചോ? അയച്ചു. തനിക്കെന്താ അയാളോടൊരു പ്രത്യേകത? അയാൾ ഒരു കലാകാരനാണ്, അന്ധനും. അയാൾ നമ്മുടെ ശത്രുവാണ്. ആയിരിക്കാം. പക്ഷെ അന്യായം കാണിക്കുന്നതിലും സ്വല്പം ന്യായം ഉണ്ടായിക്കൂടെ? ബുദ്ധിമാൻ. പ്രസംഗം മതിയാക്കി പെയിന്റിംഗ് തുടർന്നോളൂ. തങ്കമണി ചേച്ചി എന്താ പെട്ടെന്ന് പോകാൻ തീരുമാനിച്ചത്? ഇവിടെ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ? അയ്യോ, അതൊന്നുമല്ല ആശക്കുഞ്ഞേ. നമ്മുടെ ഭാവി നോക്കണ്ടേ? ബോംബെന്ന് എനിക്ക് പരിചയമുള്ള ഒരു പ്രൊഡ്യൂസർ വന്നിരിക്കുക. അയാള് ഹിന്ദിയിൽ പടമെടുക്കാൻ പോവാത്രേ. അമിതാഭ് ബച്ചന്റെ നായികയായിട്ട് എന്നോട് അഭിനയിക്കാൻ പറഞ്ഞിരിക്കുക. അമിതാഭ് ബച്ചന്റെ നായികയോ? അതെ, ഒന്നല്ല 2 ചിത്രങ്ങളിലാ ബച്ചണന്റെ കൂടെ ഞാൻ അഭിനയിക്കുന്നത്. അതിന് തങ്കമണി ചേച്ചിക്ക് ഹിന്ദി അറിയില്ലല്ലോ. എന്തിനാണ് ഹിന്ദി അറിയുന്നത്? പിന്നെ എല്ലാരും ഹിന്ദി അറിഞ്ഞിട്ടല്ലേ അഭിനയിക്കുന്നത്. അവരെഴുത്തുന്നു നമ്മൾ പറയുന്നു. ചേച്ചി ഹിന്ദിയിലേക്ക് കിടക്കുന്നത് മലയാളത്തിനൊരു തീരാനഷ്ടമായിരിക്കും അല്ലേടാ? എനിക്ക് അങ്ങനെയൊന്നും തോന്നുന്നില്ല. പോകുന്നതൊക്കെ കൊള്ളാം, പക്ഷേ അവിടെ ചെന്ന് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടായാൽ എന്നെ അറിയിക്കാൻ മടിക്കരുത്. ഇല്ല. എന്നാലും എന്റെ കുമാരി തങ്കമണി ചേച്ചി ഞങ്ങളോട് ഈ കൊലച്ചതി ചെയ്തല്ലോ. എന്താ കൊണ്ടാ? ചേച്ചി പോയാ പിന്നെ ഞങ്ങൾ രണ്ടുപേരും അടുക്കള ജോലിക്ക് തിരിച്ചു പോകേണ്ടി വരില്ലേ? നീ വിഷമിക്കാതിരിക്കാനെന്താ? എന്ത്? ഈ കുമാരി തങ്കമണി ചേച്ചി പോയാലും നമുക്ക് വേറെ കുമാരി തങ്കമണി ചേച്ചിയെ കണ്ടുപിടിക്കാം. ചേച്ചി അമിതാഭ് ബച്ചന്റെ ഹീറോയിൻ ആയാലും ഞങ്ങളെയൊക്കെ മറക്കോ? ഇല്ല. ഞാൻ വരട്ടെ. എനിക്ക് പേടിയാവുന്ന രഘുവേട്ട. എന്തൊക്കെയോ ഞാൻ ആഗ്രഹിച്ചു. അത് ആഗ്രഹങ്ങൾ മാത്രമായി അവശേഷിക്കുമോ എന്നാണിപ്പോൾ പേടി. അതൊന്നുമില്ല. നമ്മുടെ ആഗ്രഹങ്ങൾ സഫലമാകുമെന്ന വിശ്വാസം എനിക്കുണ്ട്. ഇത്രയും ദൂരം നമ്മൾ പിന്നിട്ട് കഴിഞ്ഞില്ലേ? ലക്ഷ്യം അടുത്തെത്തുമ്പോൾ നടക്കുമോ എന്ന് പേടി തോന്നുന്നത് സാധാരണമാണ്. കുറച്ചുകൂടി കാത്തിരിക്കൂ. കാപ്പി കൊണ്ടുവരട്ടെ? മേ ഐ കം ഇൻ സർ? മിസ്റ്റർ റോബർട്ട് അല്ലേ? വരൂ, ഇരിക്കൂ. താങ്ക്സ്. എന്നെ കാണണമെന്ന് പറഞ്ഞത്? ഇപ്പോഴത്തെ നിങ്ങളുടെ കൂട്ടുകാരോടൊത്ത് ജീവിക്കേണ്ട ഒരാളല്ല നിങ്ങൾ എന്നെനിക്ക് തോന്നിയത് കൊണ്ട്. എന്താണ് അതിന് കാരണം? എന്നെ മാത്രം ആശ്രയിച്ച് ജീവിക്കുന്ന ഒരു കുടുംബം എനിക്കുണ്ട് സർ. അവരെ പോറ്റേണ്ട ചുമതല എനിക്കാണ്. മറ്റെന്തെങ്കിലും മാന്യമായ തൊഴിൽ ചെയ്ത് ജീവിച്ചുകൂടെ മിസ്റ്റർ റോബർട്ട്? എനിക്കറിയാവുന്ന തൊഴിൽ പെയിന്റിംഗ് ആണ്. ഒരു വലിയ ചിത്രകാരനാകാനായിരുന്നു എന്റെ ആഗ്രഹം. അതിനുവേണ്ടി വളരെ പ്രയത്നിച്ചു.
ഒട്ടേറെ സമ്മാനങ്ങൾ നേടി. പക്ഷേ കുടുംബം പോറ്റാനുള്ള പണം മാത്രം കിട്ടിയില്ല. ചിത്രകാരനായ ഞാൻ ജീവിക്കാൻ വേണ്ടി ഒരു സമൂഹദ്രോഹിയായി. നിങ്ങളെ ഞാൻ സഹായിക്കാം. നല്ലൊരു ആർട്ട് സ്റ്റുഡിയോ തുടങ്ങും. അതിന് പണം വേണ്ടേ സർ? പണത്തിനെ പറ്റി വിഷമിക്കില്ല. 1,00,000 രൂപ മതിയാവില്ലേ? സാർ, ഒരു നല്ലവൻ ഒരിക്കലും നശിക്കരുത്. ആശയ്, ബ്യൂറോവിൽ പണമുണ്ട്. 1,00,000 രൂപ എടുത്ത് മിസ്റ്റർ റോബർട്ടിന് കൊടുക്കൂ. സർ, ഇതിന്റെ 10-1 ദയ വർഷങ്ങൾക്ക് മുമ്പ് ആരെങ്കിലും എന്നോട് കാണിച്ചിരുന്നെങ്കിൽ ഞാനൊരു കുറ്റവാളിയാകുമായിരുന്നില്ല. കഴിഞ്ഞതെല്ലാം മറക്കൂ. ഒരു പുതിയ ജീവിതം തുടങ്ങൂ. ഇതാ പണം. തുറന്നു നോക്കൂ മിസ്റ്റർ റോബർട്ട്. വേണ്ട സർ, എനിക്ക് വിശ്വാസമാണ്. ഞാൻ ഇന്നീ നാട് വിട്ടു പോവുകയാണ്. നിങ്ങൾ രണ്ടുപേരും വളരെ സൂക്ഷിക്കണം. പ്രതാപൻ എന്തും ചെയ്യാൻ മടിക്കാത്തവനാണ്. മിസ്റ്റർ റോബർട്ട്, പ്രതാപൻ ആശയെ വിവാഹം ചെയ്തു എന്ന് പറയുന്നത് സത്യമാണോ? അതെ സർ, രജിസ്റ്റർ ഓഫീസിൽ വിവാഹത്തിന് സാക്ഷ്യപ്പെട്ടവനാണ് ഞാൻ. എങ്കിൽ അവരെങ്ങനെ പിരിഞ്ഞു? ഇവർക്കറിയാമല്ലോ. ഞാൻ കണ്ടുമുട്ടുന്നതിന് മുമ്പുള്ള ജീവിതത്തെപ്പറ്റി ഇവൾക്കൊരോർമ്മയുമില്ല. ജീവന് തുല്യം അന്യോന്യം സ്നേഹിച്ചവരാണ് ഞങ്ങൾ. ഞങ്ങൾ ഒരുമിച്ച് ജീവിക്കണമെങ്കിൽ പ്രതാപനിൽ നിന്ന് ആശയ്ക്ക് മോചനം കിട്ടണം. ഞങ്ങളെ സഹായിക്കുമോ? ഞാൻ എന്ത് ചെയ്യണം സർ? പ്രതാപനും ആശയും അടുത്തതെങ്ങനെ അകന്നതെങ്ങനെ എന്ന് മാത്രം പറഞ്ഞാൽ മതി. സർ, അത് വിഷമമുണ്ടെങ്കിൽ പറയണ്ട. മിസ്റ്റർ റോബർട്ട് പോയിക്കോളൂ. പറയാം സർ, ഞാൻ എല്ലാം പറയാം സർ. മിസ്റ്റർ, അടുത്തൊരു സ്ത്രീ ഇരിക്കുന്ന കാണുന്നില്ലേ? അങ്ങോട്ട് മാറിയിരിക്കുന്നു. എടാ, നിന്നോടല്ലേ പറഞ്ഞു മാറി? അയ്യോ വേണ്ട, നല്ല ബോധമില്ലെന്ന് തോന്നുന്നു. ബോധമുണ്ടായിരുന്നെങ്കിൽ കാണിച്ചു കൊടുക്കാമായിരുന്നു. ആലവലാദികൾ ബെഡ്റൂമാണെന്ന വിചാരം. ഇവിടെ ഇരുന്നോളൂ. വേണ്ട, ഞാൻ നിന്നോളാം. സാരമില്ല, ഇരുന്നോളൂ. എവിടെയാ നാട്? കൊല്ലം. മദ്രാസിൽ പഠിക്കുകയാണോ? അല്ല, ഒരു ഇന്റർവ്യൂവിന് പോവാണ്. കൂടെ ആരുമില്ലേ? ഇല്ല, കൂടെ വരാൻ എനിക്കാരുമില്ല. മദ്രാസിൽ ഇതിനു മുമ്പ് പോയിട്ടുണ്ടോ? ഇല്ല. തനിച്ച് പേരെന്താ? സുമതി. കൊല്ലത്തിനടുത്താ എന്റെ സ്ഥലം. 6-7 വർഷമായി മദ്രാസിൽ ജോലി ചെയ്യാൻ. എന്നാൽ കഴിയുന്ന എല്ലാ സഹായവും ഞാൻ ചെയ്തു. ഇതാണ് എന്റെ വീട്. വരൂ. കുളിച്ച് വസ്ത്രങ്ങളെല്ലാം മാറിക്കൊള്ളൂ. അവിടെ ബാത്റൂം ഉണ്ട്. അപ്പോഴേക്കും ഞാൻ എന്തെങ്കിലും ഭക്ഷണം വാങ്ങിയിട്ട് വരാം. അത് കഴിച്ചിട്ട് ഇന്റർവ്യൂവിന് പോകാം. ഞാൻ വരുന്നത് വരെ തനിച്ചിരിക്കാൻ പേടിയാവുന്നല്ലോ. ഇല്ല. ശരി.